മത്തായിയുടെ സുവിശേഷം 5 മുതൽ 13 വരെയുള്ള ചാപ്റ്ററുകൾ ഇന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 2 സെറ്റുകളായിട്ട് നോക്കാം. 5 മുതൽ 7 വരെയുള്ള ചാപ്റ്ററുകൾ ഒരു സെറ്റായിട്ടും 8 മുതൽ 13 വരെയുള്ള ചാപ്റ്ററുകൾ മറ്റൊരു സെറ്റായിട്ടും. 5, 6, 7 ചാപ്റ്ററുകളിൽ കഥകളോ ഇൻസിഡൻസുകളോ അത്ഭുത പ്രവൃത്തികളോ ഒന്നുമില്ല. ഫുൾ ഉപദേശങ്ങളാണ്. ഇതിൽ ഓരോ വാക്യവും ഓരോ പ്രസംഗമാണ്. ചാപ്റ്റർ 5ലാണ് യേശു അപ്പച്ചൻ്റെ ആ ഏറ്റവും ഫേമസ് ആയ പ്രസംഗം തുടങ്ങുന്നത്. മലയിലെ പ്രസംഗം. സ്വർഗരാജ്യത്തിലേക്കുള്ള എൻട്രി പാസ് അല്ലെങ്കിൽ ആ താക്കോൽ അല്ലെങ്കിൽ ആ കീ കിടക്കുന്നത് മത്തായി 5:3 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ വാക്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ആത്മാവിൽ ദാരിദ്ര്യം? ദാരിദ്ര്യത്തിൽ കിടക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ ആഹാരത്തിനായി എങ്ങനെയാണ് യാചിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞൂടെ? ആ വ്യക്തിയുടെ ദയനീയമായ യാചനയുണ്ടല്ലോ, ആ നിലവിളിയുണ്ടല്ലോ, അതുപോലെ ആത്മാവിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഉള്ളുരുകി യാചിക്കണം. സ്വർഗത്തിൻ്റെ ആ താക്കോൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനായി യാചിക്കുന്നവർ സ്വർഗരാജ്യത്തിന് യോഗ്യരാകും. ലൂക്കോസ് 11:13 പറയുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. യാചിക്കുക, ആത്മാവിനായി യാചിക്കുക, പരിശുദ്ധാത്മാവിനായി യാചിക്കുക, കിട്ടുന്നവരെ യാചിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ താഴത്തോട്ട് വായിച്ചു നോക്കണം. യേശു അപ്പച്ചൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ കുറച്ചു നേരം വാ പൊളിച്ച് നിന്നു പോകും. കാരണം ഇത് മനുഷ്യ സ്റ്റാൻഡേർഡ് അല്ല, ഒരു ഡിവൈൻ പെർഫെക്ഷനാണ്. ഒരാളെ കൊല്ലുന്നത് മാത്രമല്ല, ഒരാളോട് ദേഷ്യപ്പെടുന്നതും മൂടാ എന്ന് വിളിക്കുന്നതും ന്യായവിധിക്ക് യോഗ്യമാണ്. വ്യഭിചാരം ചെയ്യൽ മാത്രമല്ല, ഹൃദയത്തിൽ ഒരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നത് പോലും വ്യഭിചാരമായി യേശു അപ്പച്ചൻ പറയുന്നു. യേശു അപ്പച്ചൻ കാണിച്ചു തന്ന ഈ പെർഫെക്ഷനിലേക്ക് എത്താൻ നമ്മളെയും കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമോ? സംഗതി അല്പം കടുപ്പമാണ്. എന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനുണ്ട്. ആ പെർഫെക്ഷനിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് വഴി. പരിശുദ്ധാത്മാവാണ് വഴി, സ്വർഗത്തിലേക്കുള്ള വഴി. ഇനി നമുക്ക് ചാപ്റ്റർ 6ലേക്ക് കിടക്കാം. ചാപ്റ്റർ 6ൽ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ യേശു അപ്പച്ചൻ കാണിച്ചു തരുന്നുണ്ട്. ദാനം, പ്രാർത്ഥന, ഉപവാസം, പിന്നെ ആകുലത, ഇവയെല്ലാമാണ് ഈ ചാപ്റ്ററിൽ കാണിക്കുന്നത്. ഇവ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഇവിടെ പറയുന്നൊരു കോമൺ പോയിന്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, അല്ലാതെ നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദാനം ചെയ്യുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയല്ല, പകരം ഒരു ലക്ഷണമാണ്. ഒരു ഒറിജിനൽ വിശ്വാസി അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യൻ ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് അങ്ങ് ചെയ്തു പോകും. ഇൻബിൽട്ടായിട്ട് അവനിലുണ്ടാവുന്ന കാര്യങ്ങളാണിതെല്ലാം. നമ്മുടെ ജീവിതത്തിൽ ഈ ദാനം, പ്രാർത്ഥന, ഉപവാസം എന്നിവ കാണാനില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യേണ്ട സമയമായി എന്ന് ചുരുക്കം. പിന്നെ മറ്റൊരു കോമൺ പോയിൻ്റ് ഉണ്ട്. മറ്റുള്ളവരെ കാണിക്കാനായി ഇതൊന്നും ചെയ്യരുത് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതായത് ഷോ ഓഫ് കാണിക്കരുത് എന്ന്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ദാനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ അകത്തെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ജാതികളെപ്പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. ഉപവാസത്തെക്കുറിച്ച് പറയുന്നതോ? നീ ഉപവസിക്കുമ്പോൾ തലയിൽ എണ്ണ തേക്കുകയും മുഖം കഴുകുകയും ചെയ്യുക. നല്ല ഫ്രഷായി തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഇരിക്കണം. എത്ര ദിവസം ഉപവസിച്ചു എന്നതോ ഏത് രീതിയിൽ ഉപവസിച്ചു എന്നതോ അല്ല പ്രധാനം. ഉപവാസം എന്നാൽ പട്ടിണി കിടക്കലല്ല. ആ സമയം നിങ്ങൾ എത്രത്തോളം ദൈവത്തിനായി മാറ്റിവെച്ചു എന്നതാണ് പ്രധാനം. ഞാൻ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് കരുതിയാണ് ഞാൻ അത് സോഷ്യൽ മീഡിയയിലിട്ടത്. സോ ഇന്നസെറ്റ് അല്ലേ എന്നുള്ളതാണ് നമ്മുടെ വാദമെങ്കിൽ യേശു അപ്പച്ചൻ പഠിപ്പിക്കുന്നത് ഇതല്ല. നമ്മുടെ നന്മകൾ 4 ആളുകൾ അറിയാനാണെങ്കിൽ നമുക്ക് മനുഷ്യരുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. ഇനി ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. യേശു അപ്പച്ചൻ ദാനവും പ്രാർത്ഥനയും ഉപവാസവും ഒരേ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇനി 6:26 വന്നാൽ ആകുലത അഥവാ ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചെയ്യേണ്ടുന്ന കാര്യം
ദാനം, പ്രാർത്ഥന, ഉപവാസമാണെങ്കിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം ആകുലതയാണ്, ആങ്സൈറ്റി. ഈ അധ്യായത്തിൽ 3 തവണയാണ് കർത്താവ് ആകുലപ്പെടരുത്, ആകുലപ്പെടരുത്, ആകുലപ്പെടരുത് എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്നത് ഈ വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് അത്രയും പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. നിലത്തിലെ ലില്ലിപ്പൂക്കളെ നോക്കൂ, അവ നെയ്യുന്നില്ല, എങ്കിലും ശലോമോൻ രാജാവിനേക്കാൾ ഭംഗിയായി കർത്താവ് അവയെ പുലർത്തുന്നു. മത്തായി 6 ഈ ഭാഗം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണ്ടത് തരാൻ സ്വർഗസ്ഥനായ പിതാവുണ്ട്. നമ്മൾ ആകുലപ്പെടാതെ കർത്താവിനോട് അടുക്കുക, അതാണ് വേണ്ടത്. ഇതിനുശേഷം യേശു അപ്പച്ചൻ മത്തായി 6 2 യജമാന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നു. ഇവിടെ കർത്താവ് ദൈവത്തോട് താരതമ്യം ചെയ്യുന്നത് പിശാചിനോടല്ല, മറിച്ച് പണത്തിനോടാണ്. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? പിശാചിനെയും ദൈവത്തെയും തിരിച്ചറിയാൻ എളുപ്പമാണ്, വെള്ളയും കറുപ്പും പോലെ. പണത്തെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പണമാണ് മെയിൻ വില്ലൻ. പണമാണ് പിശാചിൻ്റെ തന്ത്രം. ഇന്ന് പലരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലും പണത്തിന് വേണ്ടിയാണ്. പണം കിട്ടാൻ വേണ്ടി ദൈവത്തെ ഒരു മീഡിയയായി മാത്രം മാറ്റുന്നവരുമുണ്ട്. പണം ഒരു നല്ല ദാസനാണ്, പക്ഷേ വളരെ മോശം യജമാനാണ്. പണത്തെ ഒരിക്കലും യജമാനാക്കരുത്. നമ്മുടെ യജമാനൻ എപ്പോഴും കർത്താവായിരിക്കണം. ചാപ്റ്റർ 7. ചിലപ്പോൾ എനിക്ക് തോന്നും ക്രിസ്ത്യാനികളൊന്നും ഈ ചാപ്റ്റർ വായിച്ചിട്ടേയില്ല എന്ന്. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് എല്ലാവരെയും അങ്ങ് വിധിക്കണം, അക്കാര്യത്തിൽ ഒരു മടിയുമില്ല. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചില്ലേ, എന്നാൽ നിങ്ങൾ നേരെ നരകത്തിലേക്കാണ് എന്നങ്ങ് ഉറപ്പിച്ചു പറയും. ഒരാൾ സ്വർഗത്തിൽ പോകണോ അതോ നരകത്തിൽ പോകണോ എന്ന് തീരുമാനിക്കാൻ നമുക്കെന്ത് അധികാരമാണുള്ളത്? റോമർ 8:1 പറയുന്നത് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ക്രിസ്തുയേശുവിൽ അല്ലാത്തവർക്ക് ഒരു വിധി ഉണ്ടായേക്കാം എന്ന് മാത്രമാണ്. അല്ലാതെ ഈ വ്യക്തി നരകത്തിൽ പോകുമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് എന്തിൻ്റെ പേരിലായാലും. അവർ മാനസാന്തരപ്പെട്ടിട്ടില്ലെന്നോ, യേശുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെന്നോ, വീണ്ടും ജനിച്ചിട്ടില്ലെന്നോ, സ്നാനമേറ്റിട്ടില്ലെന്നോ, മാമോദീസ മുങ്ങിയിട്ടില്ലെന്നോ ഒക്കെ പറഞ്ഞ് വിധിക്കാൻ നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ സീറ്റിലിരുന്ന് മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാണ്? നമ്മുടെ റോൾ എന്താണ്? മറ്റുള്ളവരെ പേടിപ്പിക്കലല്ല, പകരം രക്ഷകനായ ക്രിസ്തുവിനെ ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കലാണ്. സ്വർഗത്തിലെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്. പ്രവൃത്തിയിൽ മാത്രമല്ല, ചിന്തയിൽ പോലും 100% വിശുദ്ധി വേണം. ക്രിസ്തുയേശുവിൻ്റെ സഹായമില്ലാതെ ഒരാൾക്കും ആ ലെവൽ എത്താൻ പറ്റുകയില്ല എന്ന് മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യം അവരും കർത്താവും തമ്മിലാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി നിന്ന് ജഡ്ജാകേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഇതോടുകൂടെ മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ 3 അധ്യായങ്ങൾ ഒന്ന് വായിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കുകയുള്ളൂ. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഒരു തിയറി ക്ലാസ് ആണെങ്കിൽ 8 മുതലുള്ള അധ്യായങ്ങൾ പ്രാക്ടിക്കൽസ് ആണ്. കർത്താവ് പ്രസംഗം നിർത്തി പ്രവൃത്തിയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കൂടുതലും നമുക്ക് യേശു അപ്പച്ചൻ്റെ മിനിസ്ട്രി വർക്കുകൾ കാണാൻ സാധിക്കും. അതായത് അത്ഭുത പ്രവൃത്തികൾ, രോഗസൗഖ്യം, ഉപമകൾ, പിന്നെ മിനിസ്ട്രിയുടെ എക്സ്പാൻഷൻ. ചാപ്റ്റർ 8 and 9 8, 9 അധ്യായങ്ങളിൽ 3 വീതമുള്ള 3 അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. എല്ലാ അത്ഭുതങ്ങളിലേക്കും ഞാൻ കിടക്കുന്നില്ല, പക്ഷെ ചില അത്ഭുതങ്ങളുടെ ഇടയിലെ വാക്യങ്ങൾ ഞാനിവിടെ പറയാം. ശതാധിപൻ്റെ ദാസനെ സൗഖ്യപ്പെടുത്തിയ സ്ഥലത്ത് യേശു അപ്പച്ചൻ പറയുന്നത് ഇസ്രയേലിൽ പോലും ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്നാണ്. പിന്നെ കടലിലെ കാറ്റിനെയും കോളും വന്നപ്പോൾ പേടിച്ചു വിറച്ച ശിഷ്യന്മാരോട് യേശു അപ്പച്ചൻ ചോദിച്ചത് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത് എന്നാണ്. പക്ഷവാതക്കാരനെ സുഖപ്പെടുത്തുന്നിടത്ത് യേശു അപ്പച്ചൻ പറയുന്നത് അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കുക എന്നാണ്. രക്തസ്രാവമുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നിടത്ത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. വിശ്വാസത്തിന് നൽകുന്ന ഊന്നൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാം. വിശ്വാസത്തിൻ്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. മത്തായി 21:21 പറയുന്നുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. അത്രമാത്രം പവർഫുള്ളാണ് വിശ്വാസം. വിശ്വാസം കൊണ്ട് ഒരു മലയെ നീക്കാനൊക്കെ കഴിയും. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ഒരു ചോദ്യം, മലയെ എടുത്ത് കടലിലിട്ടിട്ട് നമ്മുടെ ആത്മീയതയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? കുറച്ച് എൻവയറമെൻ്റൽ പ്രോബ്ലം ഉണ്ടാക്കാം എന്നല്ലാതെ വല്ല ഗുണവുമുണ്ടോ? അത്ഭുതത്തെയും വിശ്വാസത്തെയും കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുണ്ട്. 1,
അത്ഭുതം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു സൈൻ ബോർഡ് മാത്രമാണ്. നിങ്ങൾ കേരളത്തിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കേരളം എന്ന സൈൻ ബോർഡ് കാണും. ആ സൈൻ ബോർഡിൽ കെട്ടിപ്പിടിച്ച് കിടന്നാൽ നിങ്ങൾ കേരളം എത്തി എന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അത് വഴി കാണിച്ചു തരുന്ന ഒരു സൈൻ ബോർഡ് മാത്രമാണ്. അതുപോലെ ജീവിതത്തിൽ അത്ഭുതമുണ്ടായാൽ ആ അത്ഭുതത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നാൽ നമ്മൾ ഒരിക്കലും സ്വർഗരാജ്യത്തിലായി എന്ന് കരുതരുത്. ഇസ്രയേൽ ജനത്തെ നോക്കൂ. അവർ ചെങ്കടൽ പിളരുന്നത് കണ്ടു, ആകാശത്തിൽ നിന്ന് മന്ന വരുന്നത് കണ്ടു. ഇത്രയും വലിയ അത്ഭുതം കണ്ടിട്ടും അവരിൽ എത്ര പേർ കാനാനിലെത്തി? അതുകൊണ്ട് ഒരു മഹാ അത്ഭുതം കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് കിടന്നു എന്ന അർത്ഥമില്ല. കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. 2. കർത്താവ് എന്തിനാണ് ഇത്രയും പേരെ സുഖപ്പെടുത്തിയത്? തൻ്റെ പവർ കാണിച്ച് ബാക്കിയുള്ളവരുടെ ഇടയിൽ ഫേമസ് ആകാനാണോ? അല്ല, മറിച്ച് മറ്റുള്ളവരോടുള്ള സ്നേഹം, കമ്പാഷൻ. അവിടെ കർത്താവ് അവരുടെ ജാതിയോ മതമോ പാരമ്പര്യമോ ഒന്നും നോക്കിയില്ല. ഇന്നത്തെ കാലത്ത് അത്ഭുതം പ്രവർത്തിക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത് ചെയ്യുന്നത് പ്രശസ്തിക്കാണോ അതോ സ്നേഹം കൊണ്ടാണോ എന്ന്. മത്തായി 7:22 കർത്താവ് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലേ, അത്ഭുതങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നവരോട് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഇതുപോലൊരു വാക്യം കർത്താവിൻ്റെ മുഖത്തു നിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസം അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും അപ്പുറം വളരാനാണ്. മലയെ നീക്കുന്ന വിശ്വാസത്തെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവഹിതം തിരിച്ചറിയാനുമുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടാതെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ മുറുകെ പിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചാപ്റ്റർ 10. 10-ാം അധ്യായത്തിൽ യേശുപ്പച്ചൻ തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിച്ച് കുറച്ച് സ്പെഷ്യൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഫീൽഡിലേക്ക് അയക്കുകയാണ്. അന്ന് കൊടുത്ത ആ ഉപദേശം ഇന്നും നമുക്കൊരു വലിയ പാഠമാണ്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിരിക്കുവിൻ. എന്തിനാ കർത്താവ് ഈ പാമ്പിനെയും പ്രാവിനെയും ഉദാഹരണമായി പറഞ്ഞത്? കാരണം പിശാച് നമ്മളെ വീഴ്ത്താൻ മെയിനായിട്ട് 2 തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. പിശാചിൻ്റെ ഒന്നാമത്തെ തന്ത്രം, നമ്മളെ സങ്കടപ്പെടുത്തിയും ഉപദ്രവിച്ചും തളർത്താൻ പിശാച് നോക്കും. ഇവിടെ നമ്മൾ ഒരു പ്രാവിനെ പോലെ ആയിരിക്കണം. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പകരം വീട്ടാൻ പോകരുത്, പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു ചെസ് ബോർഡ് പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. ചെസ് ബോർഡിലെ ആനയോടും കുതിരയോടുമാണോ നമ്മൾ മത്സരിക്കേണ്ടത്? അല്ല, അത് നീക്കുന്ന ആളിനോടാണ്. അതുപോലെ നമ്മളെ ഉപദ്രവിക്കുന്ന മനുഷ്യർ വെറും കരുക്കൾ മാത്രമാണ്. ശരിക്കും പിന്നിലിരുന്ന് കളിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് മനുഷ്യരോട് ദേഷ്യപ്പെടാതെ ആ കരുക്കൾ നീക്കുന്ന പിശാചിനെ വചനത്താൽ തോൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കണം. ആ പ്രാവുകളുടെ നിഷ്കളങ്കത എപ്പോഴും നമുക്ക് വേണം. പിശാചിൻ്റെ 2ാമത്തെ തന്ത്രം സുഖ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉപയോഗിച്ചാണ്. ഇതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ട തന്ത്രം. ലോകത്തിലെ എല്ലാ സുഖങ്ങളും പണവും പദവിയുമൊക്കെ വാരിക്കോരി തന്ന് നമ്മളെ മെല്ലെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറ്റും. ഇവിടെ നമ്മൾ പാമ്പിനെ പോലെ ആയിരിക്കണം. പാമ്പിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ലോകത്തിൽ ജീവിക്കാനുള്ള കൗശലമോ കുതന്ത്രമോ ഒന്നുമല്ല. ഒരു പാമ്പ് എങ്ങനെയാണ് അപകടം കണ്ടാൽ പെട്ടെന്ന് അവിടെ നിന്ന് വഴുതി മാറുന്നത്, അതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങളിലും പ്രലോഭനങ്ങളിലും ചെന്ന് ചാടാതെ ഒരു പാമ്പ് ഒഴിഞ്ഞു മാറുന്ന മാതിരി, സ്ലിപ്പായി മാറുന്ന മാതിരി മാറാനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. ചാപ്റ്റർ 11. മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ് 11-ാം അധ്യായത്തിലെ 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വാക്യത്തെ നമുക്ക് 3 ഭാഗങ്ങളായി ഒന്ന് നോക്കിയാലോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാകും. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും കുറിച്ചാണ് പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർക്കും മാത്രമുള്ളതാണ് ഈ വചനം. എല്ലാവർക്കും വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. രോഗികൾക്കല്ലേ വൈദ്യനെ കൊണ്ട് ആവശ്യം. എൻ്റെ ജീവിതം ഭാരത്തിലാണ്, ഞാൻ കഷ്ടപ്പാടിലാണ് എന്ന് തിരിച്ചറിവുള്ളവർക്ക് മാത്രമാണ് ഈ വിളി. അത് പാപത്തിൻ്റെ ഭാരമാകാം, ലോകത്തിൻ്റെ ടെൻഷനാകാം, അല്ലെങ്കിൽ സമാധാനം കിട്ടാനുള്ള നെട്ടോട്ടമാകാം. അവർക്കുള്ളതാണ് ഈ വചനം. പിന്നെ 2ാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വരണം എന്നാണ്. ഭാരം എനിക്കുണ്ടെന്ന് സമ്മതിക്കുന്നവരാണ് കർത്താവിൻ്റെ അടുക്കൽ വരേണ്ടത്. അല്ലാതെ വലിയ പരാതികളും എക്സ്ക്യൂസുകളും ഉള്ളവരല്ല കർത്താവിൻ്റെ അടുക്കൽ വരേണ്ടത്. അതായത്
കർത്താവേ, എൻ്റെ വൈഫ് ശരിയല്ല, എൻ്റെ ബോസ് ശരിയല്ല, ഇവിടെയുള്ള സിസ്റ്റം ഒന്നും ശരിയല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് എന്നുള്ള എക്സ്ക്യൂസുകളും ന്യായീകരണങ്ങളും എല്ലാം മാറ്റിവെച്ച് വേണം നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാൻ. തകർന്ന മനസ്സോടെ മറ്റുള്ളവരുടെ കുറ്റം പറയാനല്ല, കർത്താവേ എനിക്ക് നിൻ്റെ സഹായം വേണം എന്ന താഴ്മയോടെ വേണം ചെല്ലാൻ. അപ്പോൾ കാര്യങ്ങൾ ഈസിയാകും. മൂന്നാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആശ്വാസം ലഭിക്കും എന്നാണ്, അല്ലാതെ സൊല്യൂഷൻ ലഭിക്കും എന്നല്ല. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച ആ സൊല്യൂഷൻ തന്നെ ഞാൻ തരും എന്നല്ല. ചിലപ്പോൾ കർത്താവ് ആ സൊല്യൂഷൻ തന്നെ തന്നേക്കാം, എന്നാൽ ചിലപ്പോൾ പ്രശ്നം അവിടെ തന്നെ കാണും. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ നടുവിലും സമാധാനത്തോടെ ഒന്ന് ചിരിക്കാനുള്ള ആ ഒരു ആശ്വാസം യേശുവപ്പച്ചൻ നൽകും. അതുകൊണ്ട് മുൻവിധിയോടെ കർത്താവിൻ്റെ അടുക്കൽ പോകരുത്. യേശുവപ്പച്ചൻ തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചാപ്റ്റർ 12. ഈ ചാപ്റ്ററിൽ കർത്താവ് അങ്ങ് പച്ചയ്ക്ക് പറയാണ്, എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ഫോർവേഡാണ്, യാഗമല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വലിയ യാഗങ്ങൾ നടത്തി ഷോ കാണിക്കുന്നതിനേക്കാൾ യേശുവപ്പച്ചന് ഇഷ്ടം നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹവും കരുണയുമാണ്. സിമ്പിൾ. ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ദേവാലയത്തിൻ്റെ വലിപ്പവും മിനുക്കവും കണ്ട് അന്തം വിട്ട് നിൽക്കുന്നവരോട് ഈ വലിയ പള്ളിയേക്കാൾ വലിയ ആൾ ഇവിടെ നിൽപ്പുണ്ട് എന്നൊന്ന് യേശുവപ്പച്ചൻ ഓർമ്മിപ്പിക്കുകയാണ്. ഡയറക്റ്റല്ലേ കാര്യങ്ങൾ? പാരമ്പര്യങ്ങളിലും കെട്ടിടങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ കുടുങ്ങിപ്പോയവരോട് ആചാരമല്ല സ്നേഹമാണ് യേശുവപ്പച്ചൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ചാപ്റ്റർ 13. 13-ാം അധ്യായത്തിൽ യേശുവപ്പച്ചൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് 7 ഉപമകൾ പറയുന്നുണ്ട്. മിക്ക ഉപമകളുടെയും അർത്ഥം യേശുവപ്പച്ചൻ തന്നെ വളരെ സിമ്പിളായി വിശദീകരിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായി കിടക്കുന്നില്ല. എന്നാലും ഈ ഉപമകളുടെ ഓവർവ്യൂ ഒന്ന് നോക്കിയാലോ. വിത്തുകാരൻ്റെ ഉപമ. വചനം ഒന്നാണെങ്കിലും അത് ഫലം കായ്ക്കുന്നത് കേൾക്കുന്നവൻ്റെ ഹൃദയം അനുസരിച്ചാണ്. ഇവിടെ 4 തരം നിലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് റോഡ് സൈഡിൽ വീണത്. ഇവർ വചനം കേട്ട് കാണും, പക്ഷെ പ്രോസസ്സ് ആകുന്നതിന് മുമ്പേ അടുത്ത പരിപാടിയിലേക്ക് പോകും. അപ്പോഴേക്കും പിശാച് എന്ന പക്ഷി വന്ന് ആ വചനം കൊത്തിക്കൊണ്ടുപോയിട്ടുണ്ടാവും. രണ്ടാമത്തത് പാറപ്പുറത്തേക്ക് വീണത്. വചനം കേൾക്കുമ്പോൾ ആവേശമൊക്കെ ആകും, പക്ഷെ നിലം അത്രയ്ക്കും ഹാർഡാണ്. വെയിലൊന്ന് കത്തുമ്പോഴേക്കും, അതായത് ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ആവേശം പമ്പ കിടക്കും. മൂന്നാമത്തത് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വചനമൊക്കെ ഉള്ളിൽ പോയി മുളയ്ക്കും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറെ പല കാര്യങ്ങളും വളരുന്നുണ്ടാകും. വീട്ടുവാടക, ലോണ്, പിന്നെ പുതിയ ഐഫോണ്, അങ്ങനെ ലൗകിക ചിന്തകളാകുന്ന മുള്ളുകൾ വചനത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. വചനത്തിന് അവിടെ വളരാൻ സ്പേസ് ഇല്ല. ഫുൾ ടെൻഷൻ. ലൈഫിലെ പ്രഷർ കാരണം ദൈവവചനത്തിന് കൊടുക്കാൻ അവർക്ക് സമയമേ ഇല്ല. പിന്നെ അവസാനത്തെ നിലം നല്ല നിലം. ഇവിടെ വചനം വീണാൽ അത് വെറുതെ ആകില്ല, 100 മേനി ഫലം തരും. നല്ല മനസ്സോടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ. അടുത്തതായി യേശുവപ്പച്ചൻ പറയുന്നത് കളകളുടെ ഉപമയാണ്. ലോകത്തിൽ നന്മയും തിന്മയും ഒരുമിച്ച് വളരുന്നതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത്, അതുമല്ലെങ്കിൽ നമ്മളുടെ ശത്രുക്കൾ പല മോശം കാര്യങ്ങൾ ചെയ്തിട്ടും അവരുടെ ജീവിതം പച്ച പിടിക്കുന്നത് കണ്ട് അസൂയപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. തിന്മ ചെയ്യുന്നവർ വളരുന്നു എന്ന് കണ്ട് അസൂയപ്പെടരുത്. നന്മയിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തതായി കടുകുമണിയുടെ ഉപമ. ചെറിയ തുടക്കങ്ങളെ നിസ്സാരമായി കരുതരുത്. നമ്മൾ ഒരാളോട് ഒരു ചെറിയ സുവിശേഷം പറഞ്ഞാൽ അത് ചിലപ്പോൾ വെറുതെ ആയെന്ന് തോന്നും, പക്ഷേ പിന്നീട് അത് ഒരു വലിയ മരമായി വളർന്നേക്കാം. അതുകൊണ്ട് ഒരു കൊച്ചു തുടക്കങ്ങളെ ഒരിക്കലും പുച്ഛിക്കരുത്. ലക്ഷക്കണക്കിന് ആളുകളോട് സുവിശേഷം പറഞ്ഞ ലോകത്തെ ഞെട്ടിച്ച ബില്ലി ഗ്രാമിനെയും ആഫ്രിക്കയുടെ കാടുകളിൽ സുവിശേഷവുമായി നടന്ന ലിവിങ്സ്റ്റണിനെയും നമ്മൾക്കറിയാം. അവർ വലിയ മിഷനറിമാരാണ്, അവർ വലിയ സൂപ്പർ സ്റ്റാറുകളാണ്. പക്ഷെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇവർക്കൊക്കെ സുവിശേഷം ആദ്യമായി പറഞ്ഞു കൊടുത്ത വ്യക്തി ആരായിരിക്കും? അതവരുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ കൂടെ പഠിച്ച കൂട്ടുകാരനായിരിക്കാം, അതുമല്ലെങ്കിൽ ബസ്സിൽ കൂടെ യാത്ര ചെയ്തൊരു സാധാരണക്കാരനുമായിരിക്കാം. ഒരു കൊച്ചു സുവിശേഷ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ പ്രവർത്തകയുടെ ആ ആവേശം, അതായിരിക്കാം ഈ വലിയ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. ഒരു ചെറിയ തുടക്കത്തിലൂടെ പിന്നീട് ലക്ഷക്കണക്കിന് ആളുകൾ യേശുവപ്പച്ചനെ അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ സുവിശേഷ പ്രവർത്തനവും ദൈവരാജ്യത്തിൽ പിന്നീടൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം.
അതുകൊണ്ട് ഒരു പ്രവർത്തനവും കൊച്ചായി കരുതരുത്. പുളിച്ച മാവിൻ്റെ ഉപമ. അല്പം പുളിച്ച മാവെടുത്ത് ഒരു വലിയ പാത്രം മാവിൽ ചേർത്താൽ എന്ത് സംഭവിക്കും? ആ മുഴുവൻ മാവും പുളിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ദൈവവചനവും ദൈവരാജ്യവും നമ്മുടെ സ്വഭാവത്തിലും ചിന്തയിലും പിന്നെ ഈ ലോകത്തിലും പതുക്കെ ഉണ്ടാക്കുന്ന ആ സൈലൻ്റായ വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. നിശബ്ദമായ, നമ്മൾ പോലും അറിയാതെ പതുക്കെ ഉണ്ടാകുന്ന വ്യത്യാസം. 5ഉം 6ഉം ഉപമകളിലും സ്വർഗരാജ്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 5 നിലത്ത് ഒളിപ്പിച്ച നിധിയെക്കുറിച്ച്, 6 നല്ല മുത്തിൻ്റെ ഉപമ. സ്വർഗരാജ്യം കണ്ടെത്താൻ എല്ലാം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്, സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചില ചില്ലറ കാര്യങ്ങൾ വിട്ടുകളയേണ്ടതിനെക്കുറിച്ച്. സ്വർഗരാജ്യത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിയവർ ലോകത്തിലെ ബാക്കി എല്ലാം ഉപേക്ഷിക്കാൻ റെഡിയാകും. കാരണം കിട്ടാൻ പോകുന്ന ലാഭം അത്രയും വലുതാണ്. അവസാനമായി പറയുന്നത് വലയുടെ ഉപമയെക്കുറിച്ചാണ്. ലോകാവസാനത്തിലെ ന്യായവിധിയെക്കുറിച്ച്. കടലിൽ വലയിടുമ്പോൾ നല്ല മീനിനെയും കിട്ടും, ചീത്ത മീനിനെയും കിട്ടും. കരയ്ക്ക് കയറ്റിയാൽ അത് വേർതിരിക്കും. ഇത് ലോകാവസാനത്തിലെ ന്യായവിധിയെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവസാനം ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സ് ഉണ്ട് എന്ന് ചുരുക്കം, മറക്കണ്ട എന്ന്. ഇതോടുകൂടെ മത്തായിയുടെ സുവിശേഷം 8 മുതൽ 13 വരെയുള്ള ചാപ്റ്ററുകൾ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററുകളൊന്ന് വായിച്ചു തീർക്കാൻ ശ്രമിക്കുക. 8 മുതൽ 13 വരെയുള്ള ചാപ്റ്ററുകൾ വായിക്കാൻ ഏകദേശം ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ എടുക്കും. മറ്റൊരു വീഡിയോയുമായി ബാക്കിയുള്ള ചാപ്റ്ററുകൾ നമുക്ക് നോക്കാം.